മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഓൺ ഫണ്ട് ലഭിക്കുന്ന നഗരസഭകളിലൊന്നാണ് നമ്മുടെ പരപ്പനങ്ങാടി നഗരസഭ. തുടർച്ചയായി 45 വർഷക്കാലം മുസ്ലിം ലീഗ് ഭരിച്ച പരപ്പനങ്ങാടി നഗരസഭയിലെ ഏക ബസ് സ്റ്റാൻഡ് നമുക്കൊന്ന് കാണാം. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മാത്രം 44 ലക്ഷം രൂപയോളമാണ് നവീകരണ പ്രവർത്തനം എന്ന പേരിൽ ഈ ബസ് സ്റ്റാൻഡിൽ ചിലവഴിച്ചത്. ഇതിനെ ഒരു ബസ് സ്റ്റാൻഡ് എന്ന് വിളിക്കാമോ? എന്ത് സൗകര്യമാണ് ഈ ബസ് സ്റ്റാൻഡിലുള്ളത്? ബസ്സുകൾക്ക് കൃത്യമായി നിർത്താൻ ബസ് ബേകളുണ്ടോ? യാത്രക്കാർക്ക് മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കാൻ ഒരിടമുണ്ടോ? ബസ് സ്റ്റാൻഡ് നവീകരണം എന്ന പേരിൽ കുടിയിറക്കപ്പെട്ട് ഒറ്റ ദിവസം കൊണ്ട് തെരുവു കച്ചവടക്കാരായി മാറ്റപ്പെട്ട പാവങ്ങളുടെ ഒരു ചോദ്യമുണ്ട്: ബസ് സ്റ്റാൻഡ് എവിടെ? ഇനി തിരൂർ കോഴിക്കോട് റോഡിലെ സ്ഥിതിയോ? 5 വർഷം മുമ്പ് 5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച താനൂർ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് നാം കാണുന്നത്. പരപ്പനങ്ങാടിയിലെ മറ്റൊരു പ്രധാന ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് പൈനിങ്ങൽ ജംഗ്ഷൻ. പീടികത്തിണ്ണകളിലാണ് ജനങ്ങളിവിടെ ബസ് കാത്തു നിൽക്കുന്നത്. ഒരു പെരുമഴ പെയ്താൽ ജനങ്ങളാകെ ദുരിതം പേറുന്ന തിരക്കേറിയ ജംഗ്ഷൻ. തൊട്ടടുത്തെങ്ങും ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലുമില്ല. ഈ വികസനമാണോ ഇനിയും മുസ്ലിം ലീഗും UDFും മുന്നോട്ട് വയ്ക്കുന്നത്? ഇനി നമുക്ക് മറ്റൊരു ബസ് സ്റ്റാൻഡ് കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കുന്നംകുളം നഗരസഭയിലെ ബസ് സ്റ്റാൻഡാണിത്. വികസനമെന്നത് കാഴ്ചപ്പാടാണെന്ന് ഈ 2 ബസ് സ്റ്റാൻഡുകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. വികസനത്തിനായി ഒരു വോട്ട്, സാമൂഹ്യ മൈത്രിക്ക് ഒരു വോട്ട്. പരപ്പനങ്ങാടി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF ജനകീയ വികസന മുന്നണി സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക.